നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഒരു കണക്കെടുപ്പിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ബാറ്റിങ്ങിൽ തിളങ്ങിയതാര്, ബൗളിങ്ങിൽ തിളങ്ങിയതാര്, ടീമുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ്, വിശദമായിട്ടുള്ള കണക്കുകൾ നോക്കുക. അതായത് മോസ്റ്റ് റൺസ്, ഹയസ്റ്റ് സ്കോറിംഗ് ഇന്നിങ്സ്, ബെസ്റ്റ് ബാറ്റിംഗ് ആവറേജ്, ബെസ്റ്റ് ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ്, ബെസ്റ്റ് ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് ഇൻ ആൻ ഇന്നിങ്സ്, മോസ്റ്റ് ഫോർസ്, മോസ്റ്റ് സിക്സസ്, മോസ്റ്റ് ഫിഫ്റ്റീസ്, മോസ്റ്റ് ഹൺഡ്രഡ്സ്, ഫാസ്റ്റസ്റ്റ് ഹൺഡ്രഡ്സ്, ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്, മോസ്റ്റ് വിക്കറ്റ്സ്, ബെസ്റ്റ് ബൗളിംഗ് ഫിഗേഴ്സ്, ബെസ്റ്റ് ബൗളിംഗ് ആവറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അതുപോലെ ടീമുകളുടെ കാര്യത്തിൽ ബെസ്റ്റ് വിൻ പെർസെൻറ്റേജ്, അതുപോലെ മോസ്റ്റ് വിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് നമുക്ക് ബാറ്റിംഗ് മുതൽ തന്നെ തുടങ്ങാം. ആദ്യം മോസ്റ്റ് റൺസ്. ഈ T20 വേൾഡ് കപ്പിൽ ഏറ്റവും അധികം റൺസ് അടിച്ച കളിക്കാരൻ പാകിസ്ഥാൻ്റെ സാഹിബ് ജാദ ഫർഹാനാണ്. 383 റൺസാണ് അദ്ദേഹം അടിച്ചത്. അദ്ദേഹമാണ് ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ. രണ്ടാമത് വരുന്നത് ന്യൂസിലാൻഡിൻ്റെ ടിം സെയ്ഫേർട്ടാണ്. 326 റൺസ് അദ്ദേഹം അടിച്ചപ്പോൾ മൂന്നാമത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസണാണ്. ആകെ 5 ഇന്നിങ്സ് അദ്ദേഹം കളിച്ചുള്ളൂ. 321 അദ്ദേഹത്തിൻ്റെ സ്കോർ. നാലാമത് ഇഷാൻ കിഷൻ 317 റൺസ്. അഞ്ചാമത് ഫിൻ അലൻ 298 റൺസ്. ഇനി നമ്മൾ ഹയസ്റ്റ് സ്കോർ ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ അത് കാനഡയുടെ യുവരാജ് സംറയാണ്. 110 റൺസ് അദ്ദേഹം അടിച്ചു. രണ്ടാമത് ജേക്കബ് ബെത്തൽ ഇന്ത്യക്കെതിരെ അടിച്ച 105 റൺസ്. മൂന്നാമത് ഫിൻ അലൻ്റെ സെഞ്ചുറി, ഹാരി ബ്രൂക്കിൻ്റെ സെഞ്ചുറി, പത്തും നിസാങ്കയുടെ സെഞ്ചുറി, സാഹിബ് ജാദ ഫർഹാൻ ഇരട്ട സെഞ്ചുറികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണക്കുകൾ. ബെസ്റ്റ് ബാറ്റിംഗ് ആവറേജ് നോക്കിയാൽ സിംബാബ്വേയുടെ ബ്രിയാൻ ബെന്നറ്റാണ്. 146 അദ്ദേഹത്തിൻ്റെ ആവറേജ്. പിന്നെ മിച്ചൽ മാർഷ് 118, സഞ്ജു സാംസൺ 80.25, റൊമാരിയോ ഷെഫേർഡ് 80, ഷൈബ് ജാദ ഫർഹാൻ 76.6. ഇതാണ് കണക്ക്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ബെസ്റ്റ് മോസ്റ്റ് ഫോർസ് ആണ്. മോസ്റ്റ് ഫോർസ് ആരാണ് അടിച്ചത്? അതിൽ ഷൈബ് ജാദ ഫർഹാനാണ് മുന്നിലുള്ളത്. 7 മത്സരങ്ങൾ, 6 ഇന്നിങ്സുകൾ, 37 ഫോറുകളാണ് അയാൾ അടിച്ചത്. രണ്ടാമത് ടിം സെയ്ഫേർട്ടാണ്. 9 കളികൾ, 8 ഇന്നിങ്സുകൾ, 34 ഫോറുകൾ അടിച്ചു. മൂന്നാമത് ഇഷാൻ കിഷനാണ്. 9 കളികൾ, 9 ഇന്നിങ്സുകൾ, 33 ഫോറുകളാണ് ഇഷാൻ കിഷൻ അടിച്ചു കൂട്ടിയത്. നാലാമത് ബ്രിയാൻ ബെന്നറ്റാണ്. 6 കളി, 6 ഇന്നിങ്സ്, 32 ഫോറുകളാണ് അദ്ദേഹം അടിച്ചത്. അഞ്ചാമത് ഏഡൻ മൾക്രം. 8 കളി, 8 ഇന്നിങ്സ്, 32 ഫോറുകൾ അടിച്ചു. സഞ്ജു സാംസൺ ആറാമതാണ്. 5 കളി, 5 ഇന്നിങ്സ്, 27 ഫോറുകൾ സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് വന്നു. സിക്സറുകളോ? സിക്സറുകളിൽ സഞ്ജു സാംസണാണ് ഒന്നാമത്. 5 കളി, 5 ഇന്നിങ്സ്, 24 സിക്സറുകൾ സഞ്ജു ചരിത്രം കുറിച്ചു. രണ്ടാമത് ഫിൻ അലൻ 9 കളി, 8 ഇന്നിങ്സ്, 20 സിക്സറുകൾ. മൂന്നാമത് ഷിംറോൺ എറ്റ്മയർ 7 കളി, 7 ഇന്നിങ്സ്, 19 സിക്സറുകൾ. നാലാമത് ഷൈബ് ജാദ ഫർഹാൻ 7 കളി, 6 ഇന്നിങ്സ്, 18 സിക്സറുകൾ. അഞ്ചാമത് ഇഷാൻ കിഷൻ ഉണ്ട്. 9 കളി, 9 ഇന്നിങ്സ്, 18 സിക്സറുകൾ. ആറാമത് നമ്മുടെ ശിവൻ ദ്യൂബി ഉണ്ട്. 9 കളി, 8 ഇന്നിങ്സ്, 17 സിക്സറുകൾ. ഇനി ഈ T20 വേൾഡ് കപ്പിൽ മോസ്റ്റ് 50s അടിച്ചത് ടിം സെയ്ഫേർട്ടാണ്. 4 50s. 9 കളി, 8 ഇന്നിങ്സ്, 4 50s. തൊട്ട് പുറകിലുണ്ട് സഞ്ജു. 5 കളി അവൻ കളിച്ചുള്ളൂ. 5 ഇന്നിങ്സ്, 3 50s. ബ്രയാൻ ബെന്നറ്റിന്, അതുപോലെ കുഷാൽ മെൻഡിസിന്, ഏഡൻ മൾക്രമിന്, ഇഷാൻ കിഷന് ഒക്കെ 3 വീതം 50കളുണ്ട്. ഏറ്റവും അധികം ഹൺഡ്രഡ്സ് നേടിയത് അത് ഷൈബ് ജാദ ഫർഹാനാണ്. 7 കളി, 6 ഇന്നിങ്സ്, 2 സെഞ്ചുറികൾ. പിന്നെ യുവരാജ് സംറയും, പത്തും നിസാങ്കയും, ഫിൻ അലനും, ജേക്കബ് ബെത്തലും, ഹാരി ബ്രൂക്കും ഓരോ സെഞ്ചുറികൾ കുറിക്കുകയും ചെയ്തു. അതാണ് ആകെ 7 സെഞ്ചുറികളാണ് ഈ T20 വേൾഡ് കപ്പിൽ വന്നത്. ഇനി നമ്മൾ ബൗളിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി അവരാണ് മിന്നി കത്തി നിൽക്കുന്നത്. ബുംറയ്ക്ക് 14 വിക്കറ്റുകൾ, വരുൺ ചക്രവർത്തിക്ക് 14 വിക്കറ്റ്. ചക്രവർത്തിയുടെ ഇക്കണോമി റേറ്റ് ഒരല്പം എക്സ്പെൻസീവ് ആയിരുന്നു, ഇത് മറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബൂംറ ഒന്നാമത് വരുമ്പോൾ മോസ്റ്റ് വിക്കറ്റ്സ് ബൂംറ ഒന്നാമത്, ഒപ്പം വരുൺ ചക്രവർത്തി, രണ്ടുപേരും 14 വിക്കറ്റുകൾ. ഷാഡ്ലി വാൻ ഷാക്വിക്ക് 13 വിക്കറ്റുകൾ, ബ്ലെസിംഗ് മുസറബാനിക്ക് 13 വിക്കറ്റ്, ആദിൽ റഷീദിന് 13 വിക്കറ്റ്. അങ്ങനെ കണക്കുകൾ പോകുന്നു. ബെസ്റ്റ് ബൗളിംഗ് ഫിഗേഴ്സ് റൊമാരിയോ ഷെഫേർഡിൻ്റെതാണ്. 20 റൺസിന് അദ്ദേഹം 5 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജുനൈദ് സിദ്ദീഖ് 35 റൺസിന് 5 വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. മുഹമ്മദ് നബി 7 റൺസിന് 4 വിക്കറ്റ്. നദാൻ എല്ലീസ് 12 റൺസിന് 4 വിക്കറ്റ്. അസ്മത്തുള്ള ഒമർസായും നമ്മുടെ
ജസ്പ്രീത് ബൂംറയും 15 റൺസിന് 4 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. അങ്ങനെ മികച്ച ബൗളിംഗ് പ്രകടനം നമ്മുടെ ജസ്പ്രീത് ബൂംറയിൽ നിന്നും വരികയുണ്ടായി. അദ്ദേഹമാണ് ഇപ്പോൾ ഏതായാലും ഈ കണക്കിൽ ഒക്കെ ഒന്നാം സ്ഥാനത്തുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ബെസ്റ്റ് ബൗളിംഗ് ആവറേജ് അത് ജോഷ് ലിറ്റിലിനാണ് 5.33. പിന്നെ ഷാഡ്ലി വാൻ ഷാൽക്വിക്കിന് 7.77, വാനന്ദു ഹസരംഗ 8.33, മുഹമ്മദ് നബി 9, അതുപോലെ മുഹമ്മദ് സിറാജ് ഇതിലുണ്ട് 9.67 അദ്ദേഹത്തിൻ്റെ കണക്ക് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്കുകളിൽ ഒന്ന് ബെസ്റ്റ് ബൗളിംഗ് ഇക്കണോമി ആണല്ലോ. അതാണ് T20 പ്രധാനപ്പെട്ടത്. ഇതിൽ ഒന്നാമത് ജോഷ് ലിറ്റിലാണ്. ഒരു കളി 4 ഓവർ എറിഞ്ഞു, 4 ഇക്കണോമിയിലാണ് അദ്ദേഹം പന്തെറിഞ്ഞത്. പിന്നെ പോൾ വാൻ മീക്കഡൻ ഒരു കളി 4 ഓവർ എറിഞ്ഞു, 5 അദ്ദേഹത്തിൻ്റെ ഇക്കണോമി. അപ്പോൾ ഇവരൊക്കെ വളരെ കുറഞ്ഞ കളികൾ കളിച്ചവരാണ്. എന്നാൽ നമ്മുടെ ജസ്പ്രീത് ബൂംറ ഈ ലിസ്റ്റിൽ അദ്ദേഹം 7ാമതാണ്. 8 കളികളിൽ നിന്ന് 28 ഓവർ എറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇക്കണോമി വെറും 6.21 എന്ന് ശ്രദ്ധിക്കുക. മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. ഇനി ടീമുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ മോസ്റ്റ് വിൻസ് അത് ടീം ഇന്ത്യക്കാണ്. 8 വിജയങ്ങൾ ഇന്ത്യ നേടി. ഒരു കളി തോറ്റു ശരിയാണ്, പക്ഷേ 8 വിജയങ്ങളോടെ ഇന്ത്യ ഒന്നാമത്. സൗത്ത് ആഫ്രിക്ക സെമി ഒഴികെ ബാക്കിയെല്ലാം ജയിച്ചു. 7 വിജയങ്ങളോടെ അവർ രണ്ടാമത്. ഇംഗ്ലണ്ടിന് 6 വിജയങ്ങൾ, അവർ 3ാം സ്ഥാനത്ത്. വെസ്റ്റ് ഇൻഡീസ് 5 വിജയങ്ങൾ 4ാമത്. പാകിസ്ഥാൻ 4 വിജയങ്ങൾ 5ാം സ്ഥാനത്ത്. ഇനി ബെസ്റ്റ് വിൻ പെർസെൻറ്റേജ് ഇന്ത്യയാണ് 1ാം സ്ഥാനത്ത്, 88.89. സൗത്ത് ആഫ്രിക്ക 87.5 വിൻ പെർസെൻറ്റേജുമായിട്ട് 2ാമത്. ഇംഗ്ലണ്ട് 75 വിന്നിംഗ് പെർസെൻറ്റേജുമായിട്ട് 3ാമത്. വെസ്റ്റ് ഇൻഡീസ് 71.43 വിന്നിംഗ് പെർസെൻറ്റേജുമായിട്ട് 4ാമത്. പാകിസ്ഥാൻ 57.14 വിന്നിംഗ് പെർസെൻറ്റേജുമായിട്ട് 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇതാണ് ICCയുടെ കൃത്യമായ കണക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തപ്പോൾ നമ്മുടെ ന്യൂസിലാൻഡ് എവിടെയെന്ന് തോന്നിപ്പോൾ. ന്യൂസിലാൻഡ് വേൾഡ് കപ്പ് ഫൈനൽ കളിച്ച ടീമാണ്. എന്നിട്ട് വിന്നിംഗ് പെർസെൻറ്റേജ് 6ാം സ്ഥാനത്താണ്. 55.56 അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് 9 കളികളാണ് ന്യൂസിലാൻഡ് കളിച്ചത്. അതിൽ 5 അവർ വിജയിക്കുകയും ചെയ്തു, 3 അവർ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ ഒരു കളി മഴ പെയ്ത് പോകുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. അപ്പോൾ ഇതാണ് കണക്കുകൾ. സർവ്വം ടീം ഇന്ത്യ മയമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.